അപ്പോൾ CS റാങ്കും BR റാങ്കെല്ലാം പുഷ് ചെയ്ത് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റുന്ന ഒരു ഫയലാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ 100% ആൻറ്റി ബാനും ആൻറ്റി ബ്ലാക്ക് ലിസ്റ്റും ആണ്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ ഇതിന് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരു കാരണവശാലും ബാൻ ആവാൻ പോകുന്നില്ല. അപ്പോൾ ഈ സെറ്റപ്പ് എന്തായാലും വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിം പ്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫയൽ മെയിൻ അക്കൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഉറപ്പാണ് ഈ ഫയൽ ഒരിക്കലും ബാൻ ആവാൻ പോകുന്നില്ല. നിങ്ങൾ ഇതിന് എത്ര കളി കളിച്ചാലും ഞാൻ പറയുന്ന പോലെ സെറ്റപ്പ് നിങ്ങൾ ചെയ്താൽ ഈ ഫയൽ ഒരിക്കലും ബാൻ ആവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫയൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ചാനൽ കയറിയിട്ട് വന്നെങ്കിൽ ആ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം ആ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഇമ്പോർട്ടിൻ്റെ ചിഹ്നം കാണും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫയലിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അടിയിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചിഹ്നം കാണും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് വയ്ക്കും. പാസ്വേഡ് ആണെങ്കിൽ 29 ആണ്. അപ്പോൾ 29 അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കുക. അപ്പോൾ ഈ ഫയലെല്ലാം ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെഡർച്ചിവർ എന്ന് പറഞ്ഞൊരു ആപ്പ് ആണ്. അതെല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയാതെ. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രീ ഫയറിൻ്റെ APK കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ആണെങ്കിൽ ആ ഫ്രീ ഫയറിൻ്റെ APK ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്ലോബൽ APK ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അത് ഇൻസ്റ്റാൾ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ID ലോഗിൻ ചെയ്ത ശേഷം ഒന്ന് ട്രെയിനിങ് ഗ്രൗണ്ട് പോവുക. എന്നിട്ട് ഒന്ന് കുറച്ച് നേരം കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുക. അതിൻ്റെ പുറത്തുള്ള മിനിമൈസ് ചെയ്ത് കളയുക. അതിന് ശേഷമാണ് ആ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിന് കോം ഡീറ്റെയിൽ ഫ്രീ ഫയർ എന്നായിരിക്കും ഫയലിൻ്റെ പേര്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് അതിനൊരു ഫയൽസ് ഉണ്ടാവും. ഫയൽസ് ഒന്ന് എടുക്കുക. അതിന് IL2CP എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഫയലാണ്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് റീനെയിം ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. കാർഡിന് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഫയൽ പേസ്റ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് എടുക്കുക. അതിൻ്റെ അകത്താണെങ്കിൽ ഡ്രാഗ് ഹെഡ് ഷോട്ട് ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഫയൽ വന്നിട്ടുണ്ടാവും, ലൊക്കേഷനും ലൊക്കേഷൻ ഇല്ലാതെയും. അപ്പോൾ അതിൽ നിങ്ങൾ ലൊക്കേഷനിൽ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ IL2CPP എന്നൊരു ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ടാണെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് എടുത്ത്, ആൻഡ്രോയിഡ് എടുത്ത്, ഡാറ്റ എടുത്ത്, അതിൽ കോംഡിയിൽ ഫ്രീ ഫയർ എടുത്ത്, അതിലെ ഫയൽസ് എടുത്ത് അതിൻ്റെ അകത്തൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഹാക്ക് ഫയൽ IL2CP വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്താണെങ്കിൽ 2 ഫയൽ ഉണ്ടാവും. ഹാക്ക് സിപ്പും ഉണ്ടാവും, ഒറിജിനൽ സിപ്പും ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഗെയിം കയറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഹാക്ക് സിപ്പ് ആണെങ്കിൽ എക്സ്ട്രാ ടിയർ കൊടുത്തിട്ട് അപ്ലൈ ടു ഓൾ ഫയൽ കൊടുത്തിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യുക. എന്നിട്ടാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗ്ലോബൽ FF ഒന്ന് ഓപ്പൺ ആക്കുക. ലോബിയിൽ എത്തുന്നവരൊന്ന് വെയിറ്റ് ആക്കുക. ലോബിയിൽ എത്തിയ ശേഷം നിങ്ങൾ ഒരിക്കലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സ്പോട്ട് തന്നെ അക്കൗണ്ട് അടിച്ചു പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലോബിയിൽ ഒന്ന് വരിക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ആക്കുക. അത് ക്ലോസ് ആക്കാൻ പാടില്ല. എൻ്റെ ഒറിജിനൽ സിപ്പ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ടിയർ ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ ഫയൽസ് കൊടുത്തിട്ട് റീപ്ലേസ് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരിക്കൽ ഗെയിം ക്ലോസ് ആക്കുന്ന ടൈമിൽ മിനിമൈസ് ആക്കിയ സീനില്ല, ക്ലോസ് ആക്കുന്ന ടൈമിൽ ഇതേ സ്റ്റെപ്പ് തന്നെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും അടിച്ചു പോകില്ല. ഞാൻ എന്തായാലും ഉറപ്പ് തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഫയൽ പാച്ച് ആയാലും എന്തായാലും അതിലാതെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് ചാനൽ സബ്സ്ക്രൈബും വീഡിയോക്ക് ലൈക്കും ചെയ്യുക. അതേപോലെ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യുക.